ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടിരുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. എങ്കിലും നമുക്ക് അതിനൊന്ന് റിവ്യൂ നടത്തിയാൽ എന്താ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ പറ്റി റിവ്യൂ നടത്തിയാൽ എന്തെന്ന് ആലോചിക്കുക. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അതായത് ആദ്യം ഡാൾട്ടൺ പറഞ്ഞു, അറ്റോമിക് തിയറി പറഞ്ഞു, ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നിർത്തിയത് അവിടെ. പക്ഷേ ഇതിന് മറ്റ് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ആറ്റമല്ല സ്മാളസ്റ്റ് പാർട്ടിക്കിള്, അതിനകത്ത് മറ്റു പാർട്ടിക്കിൾ, ചെറിയ പാർട്ടിക്കിൾ, സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുന്നോടിയായിട്ടാണ് ജെ തോംസൺ ആദ്യമായിട്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ ജെ തോംസൺ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയാം. ഒരു ലാർജ് ഡിസ്ചാർജ് ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഹൈ പൊട്ടൻഷ്യലും ലോ പ്രഷറും അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു ടൈസ് റേസ് മൂവ് ചെയ്തു. റേസ് മൂവ്സ് ഫ്രം, റിമെമ്പർ ദാറ്റ്, കാഥോഡ് ടു ആനോഡ്. ഒരു ഡിസ്ചാർജ് ട്യൂബാണ്. അതിനകത്ത് ഇലക്ട്രോൺ, അതായത് റേസ് മൂവ് ചെയ്ത് applying high potential, it is about a 10,000 volt പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. അതേപോലെ പ്രഷർ കുറച്ച് 10⁻⁻² അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് മൂവ് ഫ്രം കാഥോഡ് ടു ആനോഡ്. അപ്പോൾ സംശയം വരുന്നുണ്ട്, ഇൻഡിവിസിബിൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. അതെ, അതായത് റേ ഉപയോഗിച്ച് റേ മൂവ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഹൈലി പവർഫുൾ സ്പെക്ട്രോസ്കോപ്പാണ് ഉപയോഗിച്ചത്. ആ സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് റേസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടുപിടിച്ചത്. ആ റേസിനെ അദ്ദേഹം വിളിച്ചു കാഥോഡ് റേസ് എന്ന് വിളിച്ചു. കാരണം ഇറ്റ് മൂവ്സ് ഫ്രം കാഥോഡ് ടു ആനോഡ്. അങ്ങനെ അദ്ദേഹം അതിനെ വിളിച്ചു കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഷോസ് ദാറ്റ്, വീണ്ടും ഒരുപാട് പരീക്ഷണങ്ങളും എല്ലാം നടത്തിയതിന് ശേഷം കണ്ടുപിടിച്ചതാണ്, ആ റേസിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് കാൾഡ് ഇലക്ട്രോൺ. ലോകം ഞെട്ടി. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും ഞെട്ടി. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ബൈ ജെ തോംസൺ. ഇതേ പ്രോസസ്സാണ് നിങ്ങളുടെ പഴയ ടി വിയിലുള്ള ആ പിക്ചർ ട്യൂബിനകത്ത് കാണിക്കുന്ന ഇതേ പ്രോസസ്സാണ്. ആ പിക്ചർ ട്യൂബിൽ വരുന്ന കാഥോഡ് റേസിനെ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ ചെന്ന് ഇടിച്ചപ്പോൾ അവിടെ ഫിഗർ കാണാൻ തുടങ്ങി. ആ പിക്ചർ ട്യൂബ്, അതിനെ വിളിച്ച് പിക്ചർ ട്യൂബ് എന്ന. ഇപ്പം ആ ടി വി ഇല്ല. ഇപ്പോൾ പല വീടുകളിലും ആ ടി വികൾ അപ്രത്യക്ഷമായി. ഇപ്പം പ്ലെയിൻ ടി വിയാണ് ഉപയോഗിക്കുന്നത്, പിക്ചർ ട്യൂബ് ഉള്ളതല്ല. പോട്ടെ, എനിവേ, പിക്ചർ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ജസ്റ്റ് ലൈക്ക് വാട്ട് ഈസ് കാൾഡ് കാഥോഡ് റേ ട്യൂബ്, മൂവ്സ് ഫ്രം കാഥോഡ് and incident on fluorescent screen results pictures. അതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് പിക്ചർ ട്യൂബ്. പിക്ചർ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചപ്പോൾ ഗോൾഡ് സ്റ്റീൻ ഒരു ഐഡിയ തോന്നി. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, അപ്പം നെഗറ്റീവ് വന്നാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ കാണില്ലേ. അയാളുടെ ബുദ്ധി
പ്രയോഗിച്ചു. അവിടെ നിന്നുകൊണ്ട് ബുദ്ധി പ്രയോഗിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ബട്ട് ആറ്റം ഈസ് ന്യൂട്രൽ. ഇൻ ഓർഡർ ടു ഗെറ്റ് ന്യൂട്രൽ സം പോസിറ്റീവ് ചാർജ് ആൾസോ ദെയർ. പോസിറ്റീവ് ചാർജ് അതിനകത്തുണ്ടായിരിക്കുമെന്ന് അയാളുടെ ഊഹം തെറ്റിയില്ല. ജെ തോംസൺ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് ലാബിൽ കയറിക്കൊണ്ട്, ഇപ്പോഴും ആർക്കും അറിയത്തില്ല, ഞാൻ ചോദിക്കും ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, അത് മനസ്സിലായെന്ന് അറിഞ്ഞാൽ മതി. അത് അദ്ദേഹം അവിടെ ഇല്ലാത്ത സമയത്ത് ഗോൾഡ്സ്റ്റീൻ അദ്ദേഹത്തിന് ലാബിൽ കയറി ആ കാതോട് അങ്ങോട്ട് കാതോട് മാറ്റിയിട്ട് ഒരു പെർഫറേറ്റഡ് കാതോട് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോഞ്ചി ടൈപ്പ് എന്ന് പറയും. അതിനകത്ത് ഹോൾസ് ഉണ്ട്. നമ്മളെ അപ്പമൊക്കെ ചുട്ട് കഴിയുമ്പോൾ ഹോൾ വരത്തില്ലേ? എന്താ ഈ ഹോൾ വരാൻ? അപ്പം ഈ ചുട്ട് കഴിയുമ്പോൾ ഹോൾ വരാൻ കാരണം എന്താ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സോഡിയം ബൈകാർബണേറ്റ്, അതായത് സോഡ കാരമാണ് ഉപയോഗിക്കുന്നത്. ആ ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഡിവോൾവ് ചെയ്യും. ആ കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോകുന്ന ഹോളാണ് ആ അപ്പത്തിനകത്ത് കാണുന്ന ഹോള്. ഓക്കെ, എനിവേ അതേപോലെ ഇതുപോലെ ഒരുപാട് ഹോൾ ഇങ്ങനെ കിടക്കും. അതാണ് സ്പോഞ്ചി ടൈപ്പ്. നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? കാതോടിൽ നിന്ന് ആനോട് പോകുന്ന ഒപ്പം തന്നെ ആനോഡിൽ നിന്നും കാതോടിലേക്ക് പോകുന്ന റേസ് അദ്ദേഹം കണ്ടുപിടിച്ചു. കാരണം കാതോട് ഹോൾസ് ഉള്ളതുകൊണ്ട് കാതോടിന് പുറത്ത് ചാടി. അപ്പോഴാണ് കണ്ടുപിടിച്ച അനദർ ടൈപ്സ് ഓഫ് റേസ് എമിറ്റഡ് ഫ്രം ദി ആനോഡ് ആൻഡ് മൂവ്സ് ത്രൂ ദി പോർട്സ് ഓഫ് ദി കാതോഡ്, മൂവ്സ് ത്രൂ ദി ഹോൾസ് ഓഫ് ദി കാതോഡിൽ കൂടെ പോകുന്ന കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ആനോഡ് റേസ് കണ്ടുപിടിക്കുന്നത്. അതായത് ആനോഡ് റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, അതിനെ കാനൽ റേസ് എന്ന് വിളിച്ചു വന്നു. ഇതിനകത്ത് നോക്കിയപ്പോഴാണ് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ റെഡിയായി. ആ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളിനെ വിളിച്ചവരാണ് വാട്ട് ഈസ് കാൾഡ് പ്രോട്ടോൺ എന്ന് വിളിച്ചു കഴിഞ്ഞു. ഇതാണ് ആനോഡ് റേസ്, കാതോഡ് റേസ്. ഇപ്പോൾ കാതോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം കാതോഡ് ടു ആനോഡ് ഇൻ എ ഡിസ്ചാർജ് ടു അറ്റ് ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് ലോ പ്രഷർ എന്ന് നിങ്ങൾ പഠിച്ചു. നമ്മളത് പറഞ്ഞു തന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു തന്നു. പ്രോപ്പർട്ടീസ് ഓഫ് കാതോഡ് റേസ് പഠിച്ചു. ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഡിഫ്ലക്റ്റഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, അതെല്ലാം പറഞ്ഞു തന്നു. പിന്നെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 × 10⁻31. മാസ് ഓഫ് പ്രോട്ടോൺ 1.67 × 10⁻27 കിലോഗ്രാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ന്യൂട്രോൺ വരുന്നത്. ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് ബൈ ബൊംബാർഡിങ് ബെർലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾ. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ വെച്ചാണ് ബൊംബാർഡ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു കാർബൺ 612 എന്ന് പറയുന്നൊരു കോമ്പൗണ്ടും ന്യൂട്രോണും. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ 6, 4, 6, 9, 11, 12, 13. ഇതാണ് ന്യൂട്രോൺ, ഡിസ്കവറി ന്യൂട്രോൺ ബൈ ചാഡ്വിക്. കണ്ടോ? അപ്പം ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ അല്ല, ഡിവിസിബിൾ പാർട്ടിക്കിളാണ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ ചാർജ് ലെസ് ആണ്. അതിൻ്റെ മാസം എന്ന് പറയുന്നത് 1.674 × 10⁻27 കിലോഗ്രാം. അപ്പോൾ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ. അത് കഴിഞ്ഞ് പ്രോട്ടോൺ, അത് കഴിഞ്ഞ് ഇലക്ട്രോൺ. മറക്കണ്ട, ന്യൂട്രോൺ ആണ് ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ മറക്കണ്ട. NPE ഇതാണ് മാസ്. ഹെവിയസ്റ്റ് പാർട്ടിക്കിളാണ്. മാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പോട്ട്. അങ്ങനെ ന്യൂട്രോണും കണ്ടുപിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷമാണ് ആറ്റം മോഡലിലേക്ക് വരുന്നത്. ആദ്യം വരുന്നത് ജെ തോംസൺ വന്ന് ആറ്റം മോഡൽ ഉണ്ടാക്കുകയാണ്. ആറ്റം എന്ന് പറഞ്ഞൊരു പന്തിൻ്റെ കണക്കിരിക്കുകയെന്ന് അയാൾ പറഞ്ഞത്. ആറ്റം ജസ്റ്റ് ലൈക്ക് പന്ത്, ഒരു പന്താണ് ആറ്റം എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് atom is considered as a sphere. Atom is considered as a sphere and positive charges are
യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിനകത്ത് നിറച്ച് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ആ ഒരു സ്പിയറാണ്, ഒരു പന്ത് പോലിരിക്കുകയാണ്. ആ പന്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇത് കിടക്കുകയാണ്, പോസിറ്റീവ് ചാർജ്. എന്നിട്ട് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. ഇലക്ട്രോൺസ് അങ്ങനെ കിടക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കുമ്പോൾ കടുവറുത്തൊഴുക്കിയില്ലേ, കടുവറുത്തൊഴിക്കില്ലേ, കടുവറുത്തൊഴിക്കില്ലേ, അതേപോലെ കട് ഇങ്ങനെ കിടക്കും. അതേപോലെ വേണ്ട. തണ്ണിമത്തൻ ഒന്ന് മുറിച്ച് നോക്കുകയെ. ആ തണ്ണിമത്തൻ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ അരികൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം, നല്ലോണം ഇങ്ങനെ വെട്ടി കാണാം. അതുകൊണ്ട് അതിന് ഈ മോഡലിന് ഒരു പേര് വിളിച്ചു പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ എന്ന് അദ്ദേഹം വിളിച്ചതെന്ന്. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ, തണ്ണിമത്തൻ, വാട്ടർ മെലൺ, തണ്ണിമത്തൻ. അപ്പോൾ ഇതുകൊണ്ട് സന്തോഷമായില്ല പലർക്കും. ജെ തോംസൺ അതുകൊണ്ട് സന്തോഷമായില്ല, പലർക്കും സന്തോഷമായില്ല. അങ്ങനെയാണ് അടുത്ത ഒരു പരീക്ഷണങ്ങൾ നടക്കുന്നത്. ആരാ നടത്തിയത്? പിന്നെ നടത്തുന്നത് റൂദർഫോർഡാണ് പരീക്ഷണം നടത്തുന്നത്. അടുത്ത പരീക്ഷണം നടത്തുന്ന റൂദർഫോർഡാണ്. റൂദർഫോർഡ് വരുന്നു, ഒരു ഗോൾഡ് ഫോയിലുമായിട്ട് വരുന്നു. ഒരു ഗോൾഡ് ഫോയിലാണ്, ഗോൾഡിൻ്റെ ഒരു ഫോയിൽ. വന്നിട്ട് ആൽഫ റേസ്, ഇവിടുന്ന് ആൽഫ റേസ് എമിറ്റ് ചെയ്യുകയാണ്. എമിറ്റ് ചെയ്യുന്ന ആൽഫ റേസ് ഇതിനകത്ത് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അയാൾ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഉണ്ടോ? ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ അങ്ങ് പോവുകയാണ് എന്ന് അയാൾ കണ്ടുപിടിച്ചു. കുറേ റേസ്, മോസ്റ്റ് ഓഫ് ദ റേസ്, മോസ്റ്റ് ഓഫ് ദ റേസ് അയാൾ കണ്ടുപിടിച്ച സ്ക്രീനിനോട് കൊടുത്തു. സ്ക്രീനിൽ ചെന്ന് അടിച്ചത് മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അങ്ങനെ കണ്ടുപിടിച്ചു. പിന്നീട് പറഞ്ഞത് സം ഓഫ് ദം ആർ ഡിഫ്ലക്റ്റഡ് വൈഡർ ആംഗിൾസ്. കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്തു. അങ്ങോട്ട് ചെന്നപ്പോൾ കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോയി, ഇങ്ങനെ അങ്ങ് പോയി, ഡിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോയി. കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്തു, കുറേ നേരെ അങ്ങ് പോയി. കുറേ ഡിഫ്ലക്റ്റ് ചെയ്തു, കുറേ നേരെ പോയി, കുറേ ഡിഫ്ലക്റ്റ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒന്നത്. 2, സം ഓഫ് ദം ആർ ഡിഫ്ലക്റ്റഡ് അറ്റ് വൈഡർ ആംഗിൾസ്. വൈഡർ ആംഗിൾസ് ഡിഫ്ലക്റ്റ് ചെയ്തു. 3, ഫ്യൂ ഓഫ് ദം ആർ, വളരെ കുറച്ച് ഡിഫ്ലക്റ്റഡ് ബാക്ക്വേഴ്സ്. അവിടെ ചെന്ന് അതുപോലെ തിരിച്ചു പോരുന്നു. 3 കാര്യങ്ങൾ. നേരെ പോയി, ഡിഫ്ലക്റ്റ് ചെയ്തു, പിന്നെ തിരിച്ചു വന്നു. ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി, ഒരുപാടൊന്നും പറഞ്ഞുകൊണ്ടാ. ഫിഗർ തന്നെ ക്ലിയർ ആവും ഇവിടെ തന്നെ. ആൽഫ റേസ് ആർ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ. He observed some aspects, some ideas. And what are his observations? Most of the rays are passed through the gold foil without any deflection. Some of them are deflected at wider angles. Few of them are deflected backwards. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ കൺക്ലൂഷൻ കൊണ്ടുവരുന്നത്. കൺക്ലൂഷൻ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിന് ഒരു ആറ്റം എടുത്ത് ഇങ്ങനെ ആറ്റമായിട്ട് എടുത്തിട്ട് കൺസിഡർ ചെയ്തതാണ്. ദ മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഇല്ല. വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ആറ്റം ഹാസ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിനകത്ത് ഒഴിഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് അങ്ങനെ പറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ നടക്കുന്നു, അവിടെ ഒഴിഞ്ഞ സ്പേസ് ഉള്ളത് കൊണ്ടല്ലേ ഡിഫ്ലക്റ്റ് ചെയ്യാത്തത്. അദ്ദേഹം നിങ്ങൾ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ അടുത്തോട്ട് നടക്കാൻ നോക്കുമോ? പറ്റൂല. കാരണം അവിടെ സ്പേസ് ഇല്ല, വേക്കൻറ്റ് സ്പേസ് ഇല്ല. അതേപോലെയാണ് കണ്ടോ, ദേ റേസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ.
ഇതിൻ്റെ കൺക്ലൂഷനാണ്. അതുകൊണ്ട് നേരെ അങ്ങ് പോകുന്നതിന് കാരണം എന്താ? ആറ്റം ഹാസ് വേക്കൻറ്റ് സ്പേസ്, ആറ്റം ഹാസ് എംപ്റ്റി സ്പേസ്, അത്രയും പറഞ്ഞാൽ മതി. ആറ്റം ഒഴിഞ്ഞ സ്ഥലമുണ്ടെന്ന് ആറ്റത്തിന്. 2, സം ഓഫ് ദം ആർ ഡിഫ്ലക്റ്റഡ് അറ്റ് വൈഡർ ആംഗിൾസ് ആണല്ലോ, കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്താ കാരണം എന്നറിയാം? ആൽഫ റേസ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ തീർച്ചയായും ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? സെൻട്രലൊരു പോസിറ്റീവ് ചാർജ്, ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് തയ്യാർ. അതുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്തു? ഇവിടുന്ന് എന്ത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താ? ബിക്കോസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി. ഒരു ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി. അതിനെ പിന്നെ ഓരോന്നൊക്കെ വിളിച്ചു. അതിനെ വിളിച്ചു വന്നത് ന്യൂക്ലിയസിനൊക്കെ വിളിച്ചു വന്നത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി. പിന്നെ എന്താ തിരിച്ചു വരുന്നത്? മൂന്നാമത് പോയിട്ട് തിരിച്ചു വരുന്നത്, തിരിച്ചു വരാൻ കാരണം ദ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് വെരി സ്മോൾ. വലുതായിരുന്നെങ്കിൽ, വലിയ പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ, ബോഡി വലുതായിരുന്നെങ്കിൽ ഒരുപാട് പേര് തിരിച്ചു വന്നിനാണ്ടോ, ഇത്രയും സ്ഥലം ഉണ്ടായേനെ. പക്ഷേ ഇത് ചെറുതാ, അതുകൊണ്ടാ താണ്ടോ തിരിച്ചു വന്നാണ്ടോ. ഓൺലി ഫ്യൂ ഓഫ് ദം ആർ ഡിഫ്ലക്റ്റഡ് ബാക്ക്വേഴ്സ്. ഇതാണ്ടോ ഒബ്സർവേഷനായി കൺക്ലൂഷനായി. ഇത്രയും പറയാൻ വലിയ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. മോസ്റ്റ് ഓഫ് ദ റേസ് ആർ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫീൽഡ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ആൽഫ റേസ് positive central part of the atom having a heavily positive charge, the atom having an empty space. Some of them are reflected at wider angles which indicate that it contains a heavily positive charge body at the center. When reflected backwards, എന്താ കാര്യം? The heavily positive charge body is very small. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു. അങ്ങനെയാണ് റൂദർഫോർഡ് ആദ്യത്തെ ആറ്റം മോഡൽ ഉണ്ടാകുന്നു. നിങ്ങളൊന്നും അന്നില്ല. 1876 സംഭവം നടക്കുന്നത്. നിങ്ങളൊന്നും അന്നില്ല. അപ്പോൾ ആ മോഡൽ നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനെല്ലാം കണ്ടീഷനിൽ അയാൾ ആദ്യം ഒരു മോഡൽ ഉണ്ടാക്കി. റൂദർഫോർഡാണ് ആദ്യം ഉണ്ടാക്കുന്നത്. റൂദർഫോർഡ് ഉണ്ടാക്കിയതാണ് എന്താ? സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് ന്യൂക്ലിയസ്. ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ റിസൈഡ് ഇൻ ദ ന്യൂക്ലിയസ്. ഇതൊക്കെ പറഞ്ഞു തന്നു. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ചുറ്റും ഇങ്ങനെ ഇറങ്ങാണ്. ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങനെ ഇറങ്ങാണ്. ഇലക്ട്രോൺസ് ആർ ന്യൂക്ലിയസ് ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതെല്ലാം പറഞ്ഞില്ലേ? ഓക്കെ, പറഞ്ഞതാണ്. പിന്നീട് ദ ഹോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് കോൺസെൻട്രേറ്റ് ദ ന്യൂക്ലിയസ്, അതോടെ പറഞ്ഞു തന്നു. ഇത്രയും പറഞ്ഞപ്പോഴാണ് അടുത്ത ആള് നീൽസ് ബോർ വന്ന്, താങ്കൾ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. താങ്കൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് അല്ല, എല്ലാം പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റം മോഡൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, വെരി സോറി എന്ന് നീൽസ് ബോർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിന് കാരണം അയാൾ പറയുകയാണ്, ഇലക്ട്രോൺസ് അല്ലേ ഒരു ചാർജ് പാർട്ടിക്കിളാ. വെന്നെവരെ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് അറൗണ്ട് ന്യൂക്ലിയസ് ഇറ്റ് ലൂസസ് എനർജി. ആണ്ടോ ഈ എനർജി ഇങ്ങനെ കുറഞ്ഞു വരാം. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങും. ഇലക്ട്രോൺ കറങ്ങുമെന്നേ പറഞ്ഞോളൂ അയാൾ. ആ ഇലക്ട്രോൺ ഇങ്ങനെ അടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങി അവസാനം എന്ത് ചെയ്യുമെന്ന്? ഫാളിൻ്റെ ന്യൂക്ലിയസ് ഒന്ന് വീഴും. അങ്ങനെ വീണാൽ പിന്നെ ആറ്റം ഉണ്ടോ? റൂദർഫോർഡിന് ആകെ വല്ലാതായി. നീൽസ് ബോർ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല, അതെല്ലാവർക്കും ഇങ്ങനെയാണ്, നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ശരി, വൺ ഓഫ് ദി ഡിഫക്റ്റ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം, ഹി കുഡ് നോട്ട്, എളുപ്പം പറയുകയാണെങ്കിൽ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി. അതാണ് 2, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. 2, അറ്റോമിക് സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ഇച്ചിരി കഴിഞ്ഞ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ 2 ഇതുകൊണ്ട് ഡിഫക്റ്റ് കൊണ്ട് റൂദർഫോർഡ് അങ്ങ് ഒഴിഞ്ഞു മാറി. ആർക്ക് വഴി കൊടുത്തു? നീൽസ് ബോറിന് വഴി കൊടുത്തു. നീൽസ് ബോറിന് വരികയാണ്,
ഈ രണ്ട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് നീൽസ് ബോർ വരുന്നത്. നീൽസ് ബോർ വരുന്നത് എന്താ അറിയാമോ? നീൽസ് ബോർ പറയുന്ന ഇതാണ്, റൂദർഫോർഡ് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു, കറക്റ്റാണ്. സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസ് ആൻഡ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ റിസൈഡ് ഇൻ ദി ന്യൂക്ലിയസ്, അത് സമ്മതിച്ചു. പിന്നീട് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്, ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞയാൾ. അപ്പോൾ ഒരിക്കലും ഇലക്ട്രോൺ ഇവിടെ നിന്ന് വീഴത്തില്ലെന്ന്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഓക്കെ. അങ്ങനെ ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എങ്ങനെയാണ്? ഒരിക്കലും ഇയാൾ പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ്. അങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ കറങ്ങി നമ്മളൊരു പമ്പരം ചുറ്റും ഇങ്ങനെ കറങ്ങി വേണ്ട, നിങ്ങൾ കാര്യം ചെയ്താൽ മതി, വീട്ടിൽ ചെന്നിട്ട് വലിയ വട്ടം വരയ്ക്കുക, നിങ്ങൾ നടുക്കി വയ്ക്കുക. വേണ്ട, നിങ്ങൾ നടുക്കി വയ്ക്കണ്ട, മാറി വയ്ക്കുക. എന്നിട്ട് വലിയ വട്ടം വരച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛനെ വാച്ച അച്ഛനെ അവിടെ നിർത്തണം, നിർത്തിയിട്ട് പറഞ്ഞാൽ അച്ഛൻ കറങ്ങാൻ പറയണം. അച്ഛൻ ഇങ്ങനെ നടന്ന് കറങ്ങും. ആ വട്ടത്തിലൂടെ കറങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ എനർജി കുറഞ്ഞ് അച്ഛൻ നടുക്കറഞ്ഞ ആ വട്ടം, പഴയ വട്ടം മാറി അവസാനം നടുക്ക് വന്ന് വീഴത്തില്ലേ? വീഴും. സംശയമുണ്ട്, നിങ്ങൾ ചെയ്തു നോക്ക്, അച്ഛനെ തന്നെ ചെയ്തു നോക്ക്, അച്ഛന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേ പ്രോസസ്സ് നടക്കും, തീർച്ചയായിട്ടും ഇത് നടക്കുന്നത്. പക്ഷേ അതിന് സൊല്യൂഷനായിട്ട് അങ്ങനെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞതാണ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്. ഇൻ എ വാട്ട്? സ്പെസിഫൈഡ്. റദർഫോർഡ് മോഡലിൻ്റെ ഡിമെറിറ്റ് ഇതാണ്. ഒന്ന് ഡിമെറിറ്റ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം ഡിഫക്ട്സ് അല്ലെ ഡ്രോബാക്ക്. ഡിമെറിറ്റ് അല്ലെങ്കിൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക്, അതാണ് ഞാൻ രണ്ടെണ്ണം പറഞ്ഞത്. ഒന്ന്, സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. സ്റ്റെബിലിറ്റി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, അതായി പറഞ്ഞു വന്നത്. രണ്ട്, സ്പെക്ട്രം, പ്രൊഡക്ഷൻ ഓഫ് സ്പെക്ട്രം, ഹൗ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് സ്പെക്ട്രം. ഇത് രണ്ടെണ്ണമാണ് ഡിഫക്റ്റ്. അങ്ങനെയാണ് ഇയാൾ വരുന്നത്. ആണ്ടോ, ഇപ്പോൾ സ്റ്റെബിലിറ്റി ആയി, സ്റ്റെബിലിറ്റി റെക്ടിഫൈ ചെയ്തില്ലേ? ആണ്ടോ, സ്റ്റെബിലിറ്റി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ആണ്ടോ നോക്കിയേ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത് കാൾഡ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് വിളിച്ചു. ഇതിനെ ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓർബിറ്റ് എന്ന് വിളിച്ചു. സ്പെസിഫൈഡ് പാത്ത് കാൾഡ് ഓർബിറ്റ്. അതിനെ വിളിച്ചാണ് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ വിളിച്ചു വന്നു. KLMN ഷെല്ലുകൾ എന്ന് വിളിച്ചു വന്നു. ഇതാണ് ഡിഫക്റ്റ്. രണ്ട് ഡിഫക്റ്റ് ഓർത്താൽ മതി, അതൊരുപാട് നിങ്ങൾ നീട്ടണ്ട. ഒന്ന്, ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. പറഞ്ഞുകൂടെ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റെബിലിറ്റി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. എന്നാലും മതി, നമുക്ക് ആവശ്യമുള്ള പോയിന്റ് മതി. രണ്ട്, ഫോർമേഷൻ സ്പെക്ട്ര ഹീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സന്തോഷിന് മനസ്സിലായോ? വീണ്ടും ഡിമെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഡിമെറിറ്റ് ക്ലിയർ ആയോ? സന്തോഷ് ഉറങ്ങിയോ? സന്തോഷം വേണ്ടുന്നില്ല. വൺസ് മോർ എന്ന് വീണ്ടും പറയുന്നു. വേണ്ട, മനസ്സിലായി. ഓക്കെ, ക്ലിയർ. ഓക്കെ, ആ രണ്ട് കാര്യം ഒരുപാട് നീട്ടണ്ട നിങ്ങൾ. ജസ്റ്റ് പോയിന്റ്. എക്സാം നീഡ്സ് ഓൺലി പോയിന്റ്സ്. He could not explain the stability. He could not explain the formation of spectrum. നീ പറയണോ? ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതെല്ലാം. യെസ്, ക്ലിയർ. ഓക്കെ, ക്ലിയർ. ഇനി അങ്ങനെയാണെങ്കിൽ ആ ഓരോ ഷെല്ലിനെ വിളിച്ച് ഓർബിറ്റ് എന്ന് വിളിച്ചു വന്നു. ഓർബിറ്റ്. പിന്നെ അടുത്തത് ഈ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. എങ്ങനെ അറിയാം? ഇവിടെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. ഉണ്ടോ? ആണ്ടോ? ഇങ്ങനെ ലെവൽ എനർജിയിലേക്ക് പോകും. ആണ്ടോ? ലൈൻസ് ഉണ്ടായില്ലേ? ദിസ് കോൺസ്റ്റന്റ് വാട്ട് ഇസ് കാൾഡ് സ്പെക്ട്രം. ഇവിടെ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഇയാൾ ഇത് റെക്ടിഫൈ ചെയ്താണ്. ഇവിടെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു.
because electron jump from lower energy level to higher energy level. ഇത് അറിയണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ആറ്റം സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അത് അശ്വിൻ തന്നെ ആയിക്കോട്ടെ. അശ്വിനെ കേൾക്കുന്നുണ്ടോ? അശ്വിന് തെങ്ങേ കയറാൻ അറിയാമോ? അറിയാം. അശ്വിനാണോ ചോദിക്കുന്നത്? തെങ്ങ കയറി അറിയാമല്ലോ. അറിയാം. തെങ്ങയെ മുകളിച്ച് മേലെ കയറണം. പക്ഷെ ഇറങ്ങാൻ അറിയാത്തില്ലെന്ന് വെച്ചോ. ഇതെനിക്ക് പറ്റിയതാണ്. ഞാനിപ്പോൾ അശ്വിനെ പറയുകയാണ്. ഇറങ്ങാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പതുക്കെ ഷർട്ടം കൂരിയും കളയണം. കളഞ്ഞിട്ട് പതുക്കെ താഴോട്ട് അങ്ങ് നിരങ്ങണം. നെഞ്ച് ചേർത്ത് തടിയോടെ ചേർത്ത് അങ്ങ് നിരങ്ങുക. ഇനി താഴെ വരട്ടെ. താഴെ വന്നിട്ട് പതുക്കെ ആ തെങ്ങിൻ്റെ തടിയിലോട്ട് നോക്കുക. എന്ത് കാണാം? ഒരുപാട് റെഡ് ലൈൻസ് കാണത്തില്ലേ? അശ്വിൻ ഇല്ല, കാണത്തില്ല. ഉണ്ടാവും. ഒരുപാട് റെഡ് ലൈൻസ് ഇങ്ങനെ കാണാം. അങ്ങനെ റെഡ് ലൈൻസ് ഒരുപാട് കാണുന്നത് അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വിളിക്കാം വാട്ട് ഈസ് കാൾഡ് സ്പെക്ട്രം. അങ്ങനെയാണ് സ്പെക്ട്രം ഉണ്ടാകുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് നോക്കുക. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ആരെങ്കിലും അച്ഛനും അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോകണം. ഇല്ലെങ്കിൽ അവസാനം ഞാൻ പ്രതിയാവും. ഓക്കെ, ശരി. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ബ്ലഡ് അല്ലാതെ പിന്നെ എന്തൊരു നമ്മളെ നിരങ്ങി വരുമ്പോൾ ബ്ലഡ് അല്ലാതെ പിന്നെ എന്തായിരിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡാണ് അതിനകത്തോട്ട് വരുന്നത്. ആ ബ്ലഡെല്ലാം കൂടെ ഒരു ലൈൻസായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ലൈൻസിനെ മൊത്തം ചേർത്ത് പറയാൻ നമുക്ക് പറയാം വാട്ട് ഈസ് കാൾഡ് വാട്ട്? നമുക്ക് പറയാം വാട്ട് ഈസ് കാൾഡ് വാട്ട്? സ്പെക്ട്രം. അങ്ങനെ ആ സ്പെക്ട്രം ഉണ്ടാകുന്നത്. ബ്ലഡ് അല്ലേ? ബ്ലഡ് തന്നെ. ബ്ലഡാണ് ആ ലൈൻസ് ഉണ്ടാകുന്നത്. ബ്ലഡ് ഇങ്ങനെ കാണാം. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക, അടുത്ത ദിവസം പറയുക. ഓക്കെ, എനിവേ അങ്ങനെ ആ സ്പെക്ട്രം ഉണ്ടാകുന്നത്, അറ്റോം സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പിന്നീട് അങ്ങനെ റെക്ടിഫൈ ചെയ്താണ് നമ്മുടെ ബോർ മോഡൽ കൊണ്ടുവരുന്നത്. ഇലക്ട്രോൺ ജമ്പ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ ആൻഡ് റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ലെവൽ. ഗെറ്റ് വാട്ട്? നമ്പർ ഓഫ് ലൈൻസ്. ദീസ് ലൈൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് കാൾഡ് വാട്ട്? സ്പെക്ട്രൽ ലൈൻസ്. സ്പെക്ട്രം. അങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുന്നത്. പിന്നീട് അയാൾ പറഞ്ഞത് പിന്നെ നേരത്തെ മറ്റേ പറഞ്ഞ് ബാക്കിയെല്ലാം അതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ റിസൈഡ് ഇൻ ദി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അതിനെ പോസിറ്റീവ് മാസ് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ദി ന്യൂക്ലിയസ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല. ഇതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം. റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റം. അത് വളരെ ഇപ്പോഴും വിജയിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും എല്ലാവരുടെയും കൺസെപ്റ്റ് ആ റൂദർഫോർഡ് മോഡൽ ഓഫ് ദി ആറ്റമാണ്. അപ്പോൾ പിന്നെ ഒരു സംശയം, ഈ ലൈൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടായെന്ന് അത് നോക്കാം. നമുക്ക് ലൈൻ സ്പെക്ട്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഫോർമേഷൻ ഓഫ് സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. അതിനകത്ത് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് കെ ഷെല്ലാണ്, ഇത് എൽ ഷെല്ലാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. അയാളെ ആ കെ ഷെല്ലെന്ന് വിളിച്ചില്ല, അതിനെ n=1 എന്നൊക്കെ വിളിച്ചു വന്നത്. 2, 3, 4 എക്സെട്ര അങ്ങനെ വിളിച്ചു വന്നു. ഇത് n=1, n=2, n=3, n=4, n=5, n=6 ഇങ്ങനെ വിളിച്ചു വന്നു. കെ എൽ എം എൻ എൽ ഇങ്ങനെ പോവും. KMNML ഒപ്പിക്കുക. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്നും 2 ലെവലിൽ നിന്നും 1ലേക്ക് വന്ന് വീഴുന്നു. 1ലേക്ക് വന്ന് വീഴുമ്പോൾ ഒരുപാട് ലൈൻസ് വന്ന് വീഴും കേട്ടോ. ഈ ലൈൻസിനെ പറയുന്ന പേരാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ലൈമൺ സീരീസ് എന്ന് പറയും. വാട്ട് ഈസ് കാൾഡ് വാട്ട്? ലൈമൺ സീരീസ്. അപ്പം ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ ദി സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം ഹാവിങ് എ ഹെവിലി പോസിറ്റീവ് ചാർജ് ബോഡി കാൾഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് വെച്ചാണ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. അടുത്തത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്. ഇനി ഇലക്ട്രോൺസ് ആർ ന്യൂക്ലിയർ ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.
പിന്നീട് പറഞ്ഞ് ആറ്റം നേരത്തെ പറഞ്ഞതുപോലെ ആറ്റം ഹാസ് എം ടി സ്പേസ്, ആറ്റം ഹാസ് സം എം ടി സ്പേസ്. ഇത്രയും പറഞ്ഞാണ് അവിടെ നിർത്തിയത്. അത് കഴിഞ്ഞ് നമുക്കത് വരാം, ഇതിലേക്ക് വരാം. ആ എമിഷൻ സ്പെക്ട്രം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാ ഇത് ഒരു ഷെല്ലാണ്. അയാൾ വിളിച്ചു വന്നത് കേക്ക് ഷെല്ലെന്ന് വിളിച്ചു വന്നു. N=1 എന്നും N=2 എന്നും 3 എന്നിങ്ങനെ വിളിച്ചു വന്നു. ഇതാ ഇത് കെ, ഇത് എൽ, ഇത് എം, ഇത് എൻ, ദെൻ ഇങ്ങനെ 6ാമത്തിൽ നിന്നും 6 വരെ ചെന്നിട്ട് തിരിച്ചു വരുവാണ്. 2-ലുള്ളവർ തിരിച്ച് 1-ൽ വരും, 3-ലുള്ളവർ തിരിച്ച് 1-ൽ, എല്ലാം 1-ൽ വന്ന് വീഴും. ഇതാണ്ടോ, എല്ലാം 1-ൽ വന്ന് വീഴുക. ഈ ലൈൻ അയാൾ വിളിച്ചു വന്നു ലൈമൺ സീരീസ്. ദിസ് കാൾഡ് വാട്ട്? ലൈമൺ സീരീസ് വിളിച്ചു വന്നു. ഇനി അടുത്തതെല്ലാം വന്ന് 2-ൽ വന്ന് വീഴും. നോക്കി കണ്ടോ, ഒരുപാട് ലൈൻസ് വന്ന് 2-ൽ വന്ന് വീഴും. ഈ ലൈൻസിനെ വിളിച്ചു വന്നു ലൈമൺ ബാൾമർ സീരീസ് എന്ന് വിളിച്ചു വന്നു. ബാൾമർ, ലൈമൺ ബാൾമർ. അതിനെഴുത് ഇവിടെ വന്ന് വീണു. എല്ലാം നോക്കിയാലോ, വരയ്ക്കുന്ന നോക്കിയോണം നിങ്ങൾ, കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ലൈമൺ ബാൾമർ പാസ്റ്റൺ, PASCHEN, ലൈമൺ ബാൾമർ പാസ്റ്റൺ. അടുത്തതിന് ഇവിടെ വന്ന് വീഴുന്നു ബ്രാക്കറ്റ് സീരീസ്. ഇതിനെ വീഴുന്നെല്ലാം വന്ന് വീഴുന്നെല്ലാം വാട്ട് ഇസ് കാൾഡ് ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട്, PFUND. ഇത്ര ലൈൻസാണ് കണ്ടുപിടിച്ചത്. അന്ന് കണ്ടുപിടിക്കുന്നത് ഇത്രയാണ്. ഇപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹംബ്രി ലൈൻസ് എന്ന് പറയുന്ന ലൈൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളതിനെപ്പറ്റി അറിയേണ്ട എത്ര അറിഞ്ഞാൽ മതി. ഇത് വരയ്ക്കാൻ, സ്കെച്ച് ചെയ്യാൻ അറിയണം. വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് സ്കെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട്. 6 ലൈൻസ് വരയ്ക്കുക. ഒന്ന് വരച്ചു നോക്കാം നിങ്ങൾ. വരച്ചോ? 6 ലൈൻസ് വരയ്ക്കുക. N=1 2 3 എന്ന് എഴുതിക്ക്. വരച്ചേ. വരച്ചോ? N=1 2 3 4 etc. 5 etc. വരച്ചോ? വരച്ചിട്ട് ആ എല്ലാം 2-ൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക. 2, രണ്ടാമതൊരു ലൈൻ വരച്ച് 1-ൽ കൊണ്ടുവന്നേ. ഉണ്ടെന്നോ? 3-ൽ നിന്ന് വരച്ച്, 4-ൽ നിന്ന് വരച്ച്, 5-ൽ നിന്ന് വരച്ച്, 6-ൽ നിന്ന് വരച്ച്, അടുത്തടുത്തിരിക്കണം പാരലായിട്ട്. ആ ലൈൻസിനെ പറയുന്നവരാണ് ലൈമൺ സീരീസ്. വിഷമമുണ്ടോ പറയാൻ? വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. ലൂബി കറക്റ്റായിട്ട് വരച്ചു, കറക്റ്റായിട്ട് പറയുന്നു. ഓക്കെ. അടുത്തത് N=2-ൽ കൊണ്ടുവന്നെല്ലാം മേളിൽ നിന്നുള്ളതെല്ലാം 2-ൽ കൊണ്ടുവന്ന് നിർത്തിക്കേ. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണേ, അടുത്ത് വരരുത്, ഗ്യാപ്പ് ഇട്ടേക്കണം. കാരണം ഇത് ഡിസ്കണ്ടിന്യൂസ് ലൈൻസ് ആണ്, അതുകൊണ്ടാണ്. കണ്ടോ? വരച്ചോ? 2-ൽ നിന്നെല്ലാം എല്ലാം വന്ന് 2 വരണം. 3-ൽ നിന്ന് 2, 4-ൽ നിന്ന് 2, 5-ൽ നിന്ന് 2, 6-ൽ നിന്ന് 2 വന്ന് വീണേ. വരച്ചു. ഓക്കെ, വെരി ഗുഡ്. രാജീവൻ ക്രെഡിറ്റ്. പാസ്റ്റൺ സീരീസ് വരച്ചു. അടുത്ത് എല്ലാം 3-ൽ ഒന്ന് വീഴട്ടെ. 4-ൽ നിന്ന് 3, 5-ൽ നിന്ന് 3, 6-ൽ നിന്ന് 3. ഓക്കെ. ബ്രാക്കറ്റ് സീരീസ് പേര് പഠിക്കണം. ലൈമൺ ബാൾമർ പാസ്റ്റൺ ബ്രാക്കറ്റ് ഫണ്ട് സീരീസ്. 5-ൽ നിന്ന് 1 വീഴട്ടെ, അതിന് ബ്രാക്കറ്റ് സീരീസ്. 6-ൽ നിന്ന് 6, എല്ലാം മുകളിൽ വരയ്ക്കേണ്ട, ഇത്ര 6 വരെ വരച്ചാൽ മതി. ഫണ്ട് സീരീസ്. അപ്പോൾ ആ സീരീസിൻ്റെ നെയിം എന്ന് പറഞ്ഞ് ലൈമൺ ബാൾമർ പാസ്റ്റൺ ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് സീരീസ്. അശ്വിന് പറയാമല്ലോ? പറയാം. കുഴപ്പമില്ല. അപ്പോൾ എനിക്കിനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. അങ്ങനെ ഈ ലൈൻസ് ഇത്രയും കിട്ടി. ഈ ലൈൻസ് കിട്ടിയത് എവിടെ നിന്നാണ്? N-ൽ നിന്ന് 1-ലേക്ക് അതിനെ വിളിക്കാം N1 എന്ന് വിളിക്കാം. 1 എന്ന്. ഇതിനെ ബാൾമർ 2-ൽ വന്നിരിക്കില്ലേ, ഇത് N1=2 ആണ്. അപ്പോൾ ഇതെന്നാണ് എത്ര? N1=3 ആണ്. അപ്പോൾ ഇതോ N1=4 ആണ്. ഇതോ N1=5 ആണ്. ഇനി അപ്പോൾ N2 ഉണ്ടല്ലോ, അത് 2 ആകാം, 3-ൽ നിന്നാകാം, 4-ൽ നിന്നാകാം, 5 എന്ന് പറഞ്ഞാൽ 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഉണ്ടോ? അപ്പോൾ ഇത് വാട്ട് ഇസ് N2 വാല്യൂ എന്ന് പറയാമോ? N2 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം.
അടുത്തിതോ N2 4 ആകാം 5 ആകാം 6 ആകാം. അപ്പോൾ ഇതോ N2 = വാട്ട് 5 ആകാം 6 ആകാം. ഇത് N2 6 ആകാം. നോക്കിക്കോണം, ആ ലൈൻസിൻ്റെ പ്രത്യേകം നോക്കിക്കോണം. അപ്പോൾ N1 എവിടെയാണോ ഒന്ന് വീഴുന്നത് അത് N1, ബാക്കിയല്ല N2. എവിടുന്നാണോ ഒന്ന് വീഴുന്നത് അല്ല N2. ക്ലിയർ ആയി വരിക. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ഇതല്ലേ ഫസ്റ്റ് ലൈൻ, ലൈമൺ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ ഇതല്ലേ. ആ ലൈമൺ സീരീസ് എന്ന് കേൾക്കുമ്പോൾ N1 = വാട്ട് 1. N2 എന്ന് പറയാം ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ 2, ഇത് സെക്കൻഡ് ലൈനാണ്, ഇത് തേർഡ് ലൈനാണ്, ഇത് ഫോർത്ത് ലൈനാണ്, ഫിഫ്ത്ത് ലൈനാണ്. ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാൽ N1 = 2, N2 ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 3 ആകും, ഇത് സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. വാല്യൂ എടുത്താൽ മതി. അടുത്ത N1 = 3 ബാസ് ചാർട്സൺ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. N1 = 4 ബ്രാക്കറ്റ് സീരീസ്, N2 = ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഇത് ഫസ്റ്റ് ലൈൻ. അത്ര പഠിച്ച് വെച്ചാൽ മതി. ഇത് N = 1. അടുത്തത് N = 2. അടുത്തത് N = 3 കാണാമല്ലോ. അടുത്തത് N = 4. അടുത്തത് N = 5. ഇത്രയും വരയ്ക്കാൻ നിങ്ങൾ തന്നെ കൂടെ വരച്ചു നോക്കി. അപ്പോൾ എളുപ്പമാവും. നിങ്ങളോട് വരച്ചു നോക്ക്. ഞാൻ തന്നെ വരയ്ക്കുന്നതിന് നിങ്ങളോട് വരച്ചു നോക്ക്. വരച്ചോ? എന്നിട്ട് ലൈൻ വരയ്ക്കുക. എല്ലാം 2ൽ നിന്ന് 1ലേക്ക് വന്ന് എല്ലാം 2 3ൽ നിന്ന് വന്നാൽ മതി. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കണേ, പാരലായിട്ട് അടുപ്പിച്ചടിച്ച് വരയ്ക്കണം. ഒരു ഗ്രൂപ്പായിട്ടിരിക്കണം അത്. അത്രയും നോക്കി വരച്ച കണ്ടോ? ഈ ലൈൻസിനെ പറയുന്നവരാണ് എന്ന് എഴുതിക്ക്. ഇനി വലുതായിട്ട് എഴുതണോ? ലൈമൺ സീരീസ് എന്ന് പറയും. ഈ സീരീസിനെ പറയുന്നവരാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് ലൈമൺ സീരീസ്. അതിൽ ഇത് N1 = 1 ആണെങ്കിൽ N2 എന്ന് പറയുന്നത് എത്രയ്ക്കാകാം? 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ N = 2, N1 = 1ഉം N2 = 2 ആകും. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇപ്പം? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇത് സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ. അപ്പോൾ ഞാൻ ചോദിക്കുക, ലൈമൺ സീരീസ് എന്ന് പറയുമ്പോൾ N1 വാല്യൂ, ലൈമൺ ഇൻ ദി സെക്കൻഡ് ലൈൻ, ലൈമൺ N1 = എത്ര എഴുതും? 1. N2 എത്ര എഴുതും? 3 അല്ലേ? ക്ലിയർ ആയി? വെരി ഗുഡ്. ഓക്കെ. അടുത്ത വരയ്ക്ക് നിങ്ങൾ തന്നെ വരയ്ക്ക്. സ്വല്പം സ്പേസ് വിട്ടിടാൻ വരയ്ക്കേണ്ടതാണ്. അടുത്ത ഗ്രൂപ്പായിട്ടിരിക്കണം. അടുത്തടുത്ത് നോക്കി വരയ്ക്കുന്ന നോക്കി. താഴെ ഒരു ആരോ കൊടുക്കണം. ഈ ലൈൻസിനെ പറയുന്നവരാണ് ലൈമൺ ബാൾമർ സീരീസ്. ബാൾമർ BALMER ബാൾമർ സീരീസ് എന്ന് പറയും. കുഴപ്പമില്ല, വരച്ചു. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ അതിനെ വാല്യൂ N1 വാല്യൂ എത്ര? 2 ആണ്. N2 വാല്യൂ എത്ര? 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈൻ ബാൾമറിൻ്റെ. അപ്പോൾ ബാൾമർ എന്ന് കേൾക്കുമ്പോൾ N1 = 2 എന്ന് എഴുതണം, N2 എന്ന് എത്ര എഴുതണം? ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ 3 എന്ന് എഴുതണം, സെക്കൻഡ് ലൈൻ ആണെങ്കിൽ 4 എന്ന് എഴുതണം, തേർഡ് ലൈൻ ആണ് 5 എന്ന് എഴുതണം, ഫിഫ്ത്ത് ലൈൻ ആണെങ്കിൽ 6 എന്ന് എഴുതണം. അപ്പോൾ ഓക്കെ. അടുത്ത വരയ്ക്കുക. നിങ്ങൾ തന്നെ വരയ്ക്കുക. കുറച്ച് സ്പേസ് വിട്ട് വരയ്ക്കണം. വരച്ചു. ഇതിനെ പറയുന്നവരാണ് പാസ്റ്റൺ, PASCHEN. കാണാമോ? പാസ്റ്റൺ സീരീസ്. ഗീതയെ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ശരി, കാണാൻ പറ്റുന്നു. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ N1 = വാല്യൂ N1 = വാട്ട് 3. N2 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ വരാം? 4 വരാം, 5 വരാം, 6 വരാം. ക്ലിയർ ആയല്ലോ? കാളിദാസ് ശരി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അടുത്തത് വരയ്ക്കേ. 4ലൊന്ന് വീഴട്ടെ. ഇതിന് ലൈമൺ ബാൾമർ പാസ്റ്റൺ ബ്രാക്കറ്റ് സീരീസ്. ബ്രാക്കറ്റ് BRACKET ബ്രാക്കറ്റ് സീരീസ്.
n1 is equal to what? 4. n2 is equal to what? 5, 6. അത് ശരിയായി. വെരി ഗുഡ്. ഓക്കെ. അടുത്ത ലൈൻ ഫണ്ട് സീരീസ് PFUND ഫണ്ട് സീരീസ് n1 is equal to what? 5. n2 is equal to what? 6. ഒറ്റ ലൈനെ ഇവിടെ വരച്ചിട്ടുള്ളൂ. ക്ലിയർ ആയി. ലൈൻസ് വരയ്ക്കാൻ പറയാനുള്ള പ്രയാസമില്ലല്ലോ? ഇല്ല. ഇതാണ്ടോ, ഇതാണ് സ്പെക്ട്രം. നെയിം ദി സ്പെക്ട്രൽ ലൈൻസ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരച്ച് കഴിഞ്ഞു. ഇത് എത്ര ലൈൻസ് ഉണ്ടെന്ന് പറയാമോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അങ്ങനെയാണെങ്കിൽ 5-ൽ നിന്നാണ് വീഴുന്നതെങ്കിൽ എത്ര ലൈൻസ് ഉണ്ടാവും? ഇതിവിടെ വരെ ഉള്ളൂ, ഇതില്ല. ഇവിടെ എത്ര ലൈൻസ് എഴുതുന്ന പറയാമോ? 5-ൽ നിന്നാണെങ്കിൽ. അപ്പോൾ ഈ ലൈൻ കാണത്തില്ലല്ലേ? 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 അപ്പോൾ എത്ര ലൈനില്ല? 1, 2, 3, 4, 5 ലൈനില്ല. അപ്പോൾ എത്ര വരും? 15 എന്നുള്ളത് 10 ലൈൻസ് ആവും. ആവോ? നോക്കാം നമുക്ക്. അതിൻ്റെ ഫോമുല ഇതാണ്, n × n-1/2. ഈ ഫോമുല ഉപയോഗിച്ചാൽ മതി. സപ്പോസ് n 6 എന്ന് വെച്ചാൽ 6 ആണെങ്കിൽ 6 × 5 അല്ലേ? 6 - 1 5 /2 15. ഇനി 5 ആണെങ്കിൽ 5 × 4 /2 14 20/2 10 കണ്ടോ? കറക്റ്റ് കിട്ടി. 7, 100 എത്ര ഉണ്ടെങ്കിലും ആക്കാം. മറക്കണ്ട. എത്ര ലൈൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ n × n-1/2 എന്ന് പറഞ്ഞ ലൈൻ ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എനിബഡി? ഇല്ല, ആർക്കുമില്ല. ആരെയും എല്ലാവരും ക്ലിയർ ആയെന്ന് എഴുതിയേക്കുന്നത്. ആദിത്യ ക്ലിയർ അല്ലേ? ക്ലിയറാ. അയന, ദേവിയ ക്ലിയർ? നോ ഡൗട്ട്. ഓക്കെ, വെരി ഗുഡ്. അത് മതി. ക്ലിയർ. ഇവരും ക്ലിയർ എന്ന് പറയരുത്. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറയാമോ? അഫ്സാനിക്ക് ഓക്കെ, ഷിഖ ഓക്കെ, ലൈൻസ് ഓക്കെ, എത്ര ലൈൻസ് ഉണ്ടെന്ന് ഓക്കെ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈൻ്റെ ഒരു കാര്യം ഇവിടെ, ഈ ലൈമൺ സീരീസ് എന്ന് പറഞ്ഞാൽ ലൈമൺ, ബാൾമർ, പാസ്റ്റൺ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ്, 5 സീരീസ്, 5 ലൈൻസ്. ഇത് മാത്രമേ ഉള്ളൂ വിസിബിളുള്ളത്. ബാൾമർ മാത്രമേ വിസിബിൾ. ഇത് അൾട്രാവയലറ്റ് റീജിയനിലും ഇത് 3 ഇൻഫ്രാറെഡ് റീജിയനിലുമാണ്. ഇപ്പം വിച്ച് ലൈൻ ഫാൾസ് ഇൻ ദ അൾട്രാവയലറ്റ് റീജിയൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? ലൈമൺ സീരീസ്. ക്ലിയർ ആയോ? അതിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, വിച്ച് ലൈൻ ഓൺലി ഇൻ ദി വിസിബിൾ റീജിയൻ? ബാൾമർ സീരീസ്. ബാക്കി 3 എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇൻഫ്രാറെഡ് റീജിയൻ, അൾട്രാവയലറ്റ്, വിസിബിള്, ബാക്കി 3 ഇൻഫ്രാറെഡ് റീജിയനിലാണ്. പിന്നെ ഒരെണ്ണം ഹംബ്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇൻഫ്രാറെഡിനേക്കാൾ കുറച്ച് ദൂരമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാൻ പോവാം. അതിൻ്റെ ബേസ് പ്രോബ്ലമൊക്കെ ചോദിക്കാം. റെഡ്ബർഗ് ഇക്വേഷൻ പറയാൻ പോവാണ്. RY ആണ് റെഡ്ബർഗ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇതാണ്. ന്യൂ ബാർ, അതായത് വേവ് നമ്പർ ഈക്വൽ ടു 1/λ വേവ് ലെന്ത്, ദാറ്റ്സ് ഈക്വൽ ടു R × 1/n1² മൈനസ് 1/n2². മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാം? അതേ ദേവി, ഏത് നിമിഷം. വീഡിയോ ക്ലിയർ അല്ലെന്ന് വീണ്ടും പറയുന്നു. ആരുടെ വീഡിയോ ക്ലിയർ അല്ല? നിങ്ങളുടെയാണോ അതോ ഇവിടുത്തെയാണോ? ക്ലിയറായി. ഓക്കെ. അത് ചില സമയത്ത് നെറ്റിൻ്റെ തകരാറ് കൊണ്ട് നിങ്ങളിലുണ്ടാകുന്ന മാറ്റമാണ് കേട്ടല്ലോ. അത് അഡ്ജസ്റ്റ് ചെയ്തോണം അപ്പോഴത്തേക്കിന്. സ്ക്വയർ മൈനസ് 1/n2². അപ്പോൾ ഇതാണ് വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ലൈൻ്റെ ഏത് ലൈൻ്റെയും വേവ് ലെന്ത് കണ്ടുപിടിക്കാം. ഇനി ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയണ്ടേ? ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എളുപ്പം പറയാൻ പോവാണ്. നോക്കണം,
6, 7, 8, 9, 10. എളുപ്പമില്ലേ? ഈ 8 ശരിയല്ല, അതങ്ങ് 7 ആക്കി വേണം. ഇത്രയേ ഉള്ളൂ സംഭവം. 6ൻ്റെ വാല്യൂ ഇതാ, cm⁻⁻1. അല്ല, ഇത്രയും ഓർക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഓർത്താലും മതി. 1.09 10⁵ എന്നോർത്താലും മതി. 1.09 10⁵. ഇതാണ് എൻ്റെ കറക്റ്റ് വാല്യൂ. 109. എളുപ്പമില്ലേ? 6, 7, 8. 8 അങ്ങ് മാറ്റി 7 ആക്കണം. ഇതിന് 9, 10 ഉണ്ട്. 6, 7, 8, 9, 10. 8 ഈ 7 മാറ്റി 8 അങ്ങ് മാറ്റിയിട്ട് 7 ആക്കണം. അത്രയേ ഉള്ളൂ. ബൈഹാർട്ടാക്കിയല്ലോ? ബൈഹാർട്ടാക്കി. എല്ലാവരും ബൈഹാർട്ടാക്കി. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദൊക്കെ ബൈഹാർട്ടാക്കി. വെരി ഗുഡ്. മുസിൻ, മുഹമ്മദ്, ലുബി, വെരി ഗുഡ്. അരുൺ, അനശ്വര എല്ലാം റെഡിയാക്കി. ഓക്കെ, ഓക്കെ എന്ന് കേൾക്കാനേ ഉള്ളൂ. ക്ലിയറായി. വെരി ഗുഡ്. ഓക്കെ. അപ്പം നെറ്റ് കട്ടാകുന്നു എന്ന് പറയുന്നു. നെറ്റ് നല്ല പവർഫുൾ നെറ്റൊക്കെ ഉപയോഗിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാമെന്ന് ചോദിക്കുന്നു. ഇതാണ് ഇക്വേഷൻ. ബൈഹാർട്ടാക്കി. ന്യൂ ബാർ സീക്കൽ ടു 1/λ സീക്കൽ ടു r × 1/n² - 1/n². ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. വാല്യൂ എന്ന് പറഞ്ഞ് 6, 7, 8 പകരം 7 ആക്കുക. 9, 10. അതല്ല എങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. കിട്ടിയോ? ഇനി n1 എന്താ? ഇതാ n1. ലൈമൺ സീരീസ് എന്ന് പറയുമ്പം n1 എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതാം. ഇനി ഏത് ലൈനാ? n2. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ n2 എന്ന് പറയുമ്പോൾ 3 എഴുതണം. ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ 2 എന്ന് എഴുതണം. ഫോർത്ത് ലൈൻ ആണെങ്കിൽ 1, 2, 3, 4 ഇത് എഴുതണം. സപ്പോസ് അങ്ങനെ വാല്യൂ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടിയിരിക്കും. സപ്പോസ് ബാൾമർ സീരീസ് ചോദിച്ചേക്കുന്നു. തേർഡ് ലൈനിൻ്റെ വേവ് ലെന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചോ. R × ബാൾമർ വാല്യൂ എത്ര? 2 ആണ്. തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3. ഇതാണ് തേർഡ് ലൈൻ. അപ്പോൾ 5. 1/5². ഇങ്ങനെ ഓർത്താൽ മതി. ഇനി ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. എന്നിട്ട് 1/λ കിട്ടുന്നത്. നേരെ തിരിച്ചിടുമ്പോൾ ലാംഡായി കഴിയും. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, സാർ ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ വാല്യൂ, അതായത് n2ൻ്റെ വാല്യൂ, അതായത് ഇൻഫിനിറ്റ് ലൈൻ എന്നല്ല ചോദിക്കുന്നത്, ലിമിറ്റ് ലൈൻ എന്നാണ് ചോദിക്കുന്നത്. ലിമിറ്റ് ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ n2ൻ്റെ വാല്യൂ എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ടേം എടുത്ത് കളഞ്ഞാൽ മതി, ബാക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആഷിക്ക് ഒന്നുകൂടെ പറയണം അല്ലേ? ആഷിക്ക് ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ടാക്ക്. ന്യൂ ബാർ സീക്കൽ ടു 1/λ സീക്കൽ ടു r × 1/n² - 1/n². ബൈഹാർട്ടാക്കിയോ? ലൈമൺ സീരീസ് എന്ന് പറയുമ്പോൾ n1 വരെ എത്ര എണ്ണം? 1 എണ്ണം. ബാൾമർ ആണെങ്കിലോ 2 എണ്ണം. പാസ്റ്റർ ആണെങ്കിലോ 3 എണ്ണം. പിന്നെ ലൈൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനാണ് ഇത്, സെക്കൻഡ് ലൈനാണ് ഇത്, തേർഡ് ലൈനാണ് ഇത്, ഫോർത്ത് ലൈനാണ് ഇത്. ആ n2ൻ്റെ വാല്യൂ കിട്ടൂടെ? വേഷമുണ്ടോ? ലിമിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ n2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. വീണ്ടും ബോർഡ് ക്ലിയർ അല്ല എന്ന് പറയുന്നത്. യെസ്, ഇങ്ങനെ നമുക്ക് റെഡ്ബർഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ അറിയണം. എന്നിട്ട് ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഈ ലൈൻസ് വരച്ച് വയ്ക്കുമ്പോൾ അവിടെ തീരും നമ്മുടെ ഈ സാധനം. ഏത് സാധനം? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ലൈൻ. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? തുടക്കട്ടോ? വളരെ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതെല്ലാം ചെയ്ത് നോക്കുക. ലൈമൺ സീരീസ് പറയുമ്പോൾ n2ൻ്റെ വാല്യൂ എത്ര? ബാൾമർ സീരീസ് n2ൻ്റെ വാല്യൂ എത്ര? n2ൻ്റെ വാല്യൂ എങ്ങനെ ഇടുന്നെന്ന് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞാൽ അടുത്ത തൊട്ട് നമ്പർ തുടങ്ങും. ഇത് 1, 2, 3, 4 അങ്ങനെ കൊടുത്താണ്. ക്ലിയർ? വെരി ഗുഡ്. ഓക്കെ, തുടക്കട്ടോ? തുടയ്ക്കാം. ലിമിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ടൈം വേണ്ട, യൂണിറ്റി ആയി പോയത്, അത്രയേ ഉള്ളൂ.
ലിമിറ്റ് ലൈൻ, ഇൻഫിനിറ്റ് ലൈൻ എന്നല്ല ലിമിറ്റ് ലൈനാണ് ചോദിക്കുന്നത്.